പെരുന്നാൾ ദിനത്തിൽ എം സ്വരാജ് കേരള ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ഒരു പെരുന്നാൾ കൂടി വന്നെടുക്കുകയാണ്. എന്തൊക്കെയാണ് ഈ പെരുന്നാൾ ഓർമ്മകൾ? അതെ, ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൻ്റെ പര്യടന പരിപാടികൾക്കിടയിലാണ് പെരുന്നാൾ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പര്യടനം നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇന്ന് സ്ഥാനാർത്ഥിയുടെ പൊതുപര്യടന പരിപാടി ഇല്ല പെരുന്നാൾ പ്രമാണിച്ച്. മറിച്ച് ചില സുഹൃത്തുക്കളെ സന്ദർശിക്കൽ, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയായി ചുരുക്കിയിരിക്കുകയാണ്. രാവിലെ ഈദ്ഗാഹ് അവിടെ പരിസരത്തൊന്ന് പോയി അങ്ങനെ വരികയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പെരുന്നാളിൻ്റെ ഓർമ്മകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത, ഈ നാടിൻ്റെ അല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിൽ പലയിടങ്ങളിലും അല്ലെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ വളരെ ദൃഢമായി അങ്ങനെയാണ്. ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ട ആഘോഷമാണെങ്കിലും, അത് പെരുന്നാളായാലും ഓണമോ വിഷുവോ ക്രിസ്തുമസോ ഏതായാലും എല്ലാവരും ചേർന്ന് ആഘോഷിക്കുക എന്നൊരു പൊതു രീതി ഇവിടെയുണ്ട്, നിലമ്പൂരിനുണ്ട്. ശക്തമായൊരു സെക്കുലർ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു നാടാണ്. അതുകൊണ്ട് എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ചേർന്ന് നല്ല ഐക്യത്തോടു കൂടി ആഘോഷിക്കുന്ന ഒരു രീതിയാണുള്ളത്. ഞങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് പെരുന്നാളൊക്കെ വരുമ്പോൾ സഹപാഠികളും സുഹൃത്തുക്കളുമായ എല്ലാവരും ഒത്തുകൂടി പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു നിലയാണ്. അതിൽ ഏതെങ്കിലും ആളുകളുടെ വീടുകളിൽ കേന്ദ്രീകരിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. എല്ലാ ആഘോഷങ്ങളും മനുഷ്യൻ്റെ സാഹോദര്യത്തെയും ഐക്യത്തെയും ഒക്കെയാണ് ഊട്ടി ഉറപ്പിക്കുന്നത്. അതാണ് ആഘോഷങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിലുള്ള പങ്ക്. അപ്പോൾ അത് എല്ലാ കാലവും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം പെരുന്നാൾ മുൻപോട്ട് വെക്കുന്ന മഹത്തായ ചില ആശയങ്ങളുണ്ട്. അത് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാമാണ്. അത്തരം ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ശക്തമായി വേരുപിടിച്ച് നിൽക്കട്ടെ എന്നും ആശംസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ പെരുന്നാളിൻ്റെ ഭാഗമായ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു. ഒരു വീട്ടിലൊരു മൈലാഞ്ചി ഇടുന്ന കുട്ടികളുടെ കൂടെ. അത് സാധാരണ ഉള്ള ഒരു പെരുന്നാൾ ആഘോഷത്തിൽ പങ്കാളിയാകുന്നത് ഈ പ്രാവശ്യം അത്രയ്ക്ക് പ്രായോഗികമല്ല, കാരണം തെരഞ്ഞെടുപ്പിനിടയിലായതുകൊണ്ട്. പക്ഷേ അപ്പോൾ യാദൃച്ഛികമായി കൈവന്ന ഒരു സന്ദർഭമായിരുന്നു അത്. ഒരു പര്യടന പരിപാടിയുടെ സമീപത്തുള്ളൊരു വീട്ടിൽ അവർ അങ്ങോട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക മാത്രമാണ് ചെയ്തത്. അതൊരു വളരെ ആഹ്ലാദകരമായ, കുട്ടികളോടൊപ്പം ചെലവഴിച്ച, അവരൊക്കെ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ സന്ദർഭത്തിൽ വീണ് കിട്ടിയ ചില അമൂല്യ നിമിഷങ്ങളാണത്. അപ്പോൾ ഇന്ന് പര്യടന പരിപാടികളൊക്കെ മാറ്റിവെച്ച് ഇന്നത്തെ മറ്റു പരിപാടികളൊക്കെ ഇന്ന് പര്യടന പരിപാടികളില്ല. നാളെ കരുളായിയിൽ നിന്ന് പര്യടനം പുനരാരംഭിക്കും. ഇന്നിപ്പോൾ രാവിലെ ഈദ്ഗാഹ് ഒന്ന് സന്ദർശിക്കും. അത് കഴിഞ്ഞ് ഇതുപോലെ ചില സുഹൃത്തുക്കളെയും വ്യക്തികളെയും മറ്റും കാണും. അതുമാത്രമേ ഇന്നുള്ളൂ.